ഹലോ ഡിയേഴ്സ്, വെറും കൈസൂചി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്ലെയിൻ ബ്ലൗസിനെ അല്ലെങ്കിൽ ഒരു ചുരിദാറിനെ അല്ലെങ്കിൽ ഒരു ഷോളിൻ്റെ എൻഡ് പോർഷൻ അല്ലെങ്കിൽ സാരിയുടെ എൻഡ് പോർഷനൊക്കെ നമുക്ക് എങ്ങനെ ഒരു ഡിസൈനർ വെയറാക്കി മാറ്റാം എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഡിസൈനർ വെയർ എന്ന് വെച്ചാൽ ഒരു മിനിമൽ ഡിസൈനർ വെയർ എങ്ങനെയാക്കി മാറ്റാം. ഞാനിവിടെ അതിനു വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് കുന്തൻ സ്റ്റോൺസ് ആണ് കേട്ടോ. അത് ഞാൻ സ്ക്വയർ ടൈപ്പിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് വരെ റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ സീക്വൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ഞാനവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് ഉണങ്ങുന്ന ടൈം വരെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2 ഷുഗർ ബീഡ് അതിൻ്റെ 2 സൈഡിലായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സ്ക്വയർ ടൈപ്പാണ് കുന്തൻ സ്റ്റോൺ എടുത്തതെങ്കിലും ഞാനത് ഒട്ടിച്ചേക്കുന്നത് നിങ്ങൾക്ക് കണ്ടാലറിയാം വേറൊരു രീതിയിലാണ് ഒട്ടിച്ചേക്കുന്നത്. അതിന് ശേഷം ആ 2 സൈഡിലും 2 ഷുഗർ ബീഡ് വീതം ഞാനത് കോപ്പർ ഷെയ്ഡിലാണ് കേട്ടോ ഷുഗർ ബീഡ് കൊടുത്തേക്കുന്നത്. ബ്ലൗസിന് മാച്ചായിട്ടുള്ളത് നോക്കിയാണ് കൊടുത്തേക്കുന്നത്. അപ്പം അത് 2 സൈഡിലായിട്ട് ഞാൻ 2 ബീഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ്റെ അവിടെ നിന്ന് സൂചി കൊണ്ട് കുത്തിയിട്ട് ഒരു 2 ബീഡും ഒരു സീക്വൻസും കൂടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ഞാൻ ഒന്നും കൂടെ പറയാം. ഷുഗർ ബീഡുണ്ട്, 2 ബീഡുണ്ട്, സീക്വൻസ് ഉണ്ട്, പിന്നെ കുന്തൻ സ്റ്റോൺസിൽ വരെ നിങ്ങൾക്ക് എന്ത് സ്റ്റോൺസ് വേണമെങ്കിലും അവിടെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഈ ഒരു സ്റ്റോണിൻ്റെ ഈ ഒരു എൻഡ് പോർഷൻ്റെ അവിടെ നിന്ന്, അതായത് ആ ഒരു നെക്കിൻ്റെ എൻഡ് പോർഷൻ്റെ അവിടെ നിന്ന് വീണ്ടും ഞാൻ സൂചി കുത്തിയിട്ട് അവിടെ ഒരു 2 ബീഡും ഒരു സീക്വൻസും കൂടെ എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ആ സെൻറ്റർ പോർഷൻ ചെയ്തിരിക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 2 ബീഡും ഒരു സീക്വൻസും എടുത്തിട്ട് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ഡിസൈൻ നോക്കുക. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ നെക്ക് പോർഷനിലാണ് ചെയ്യുന്നത്. നെക്ക് പോർഷനിൽ ആ ഒരു സൈഡിലോട്ട് ചേർന്നാണ്. ഇതൊരു ഫ്ലവർ ഡിസൈനാണ് കേട്ടോ. ഒരു ഫ്ലവർ ഡിസൈൻ്റെ ഒരു ഹാഫ് പോർഷനാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം. ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു നെക്കിനോട് അടുപ്പിച്ച് നമ്മൾ വേറൊരു വർക്ക് കൂടെ ചെയ്താലേ അതിനൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പം അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളതിനെ ഒരു ഹാഫ് പോർഷനായിട്ട് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ 3 ഷുഗർ ബീഡ് ഒരു സീക്വൻസ് വെച്ചിട്ട് ആ 2 ഒരു ഗ്യാപ്പുള്ള പോർഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം ഒരു ഫ്ലവറിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് സ്ലീവ് എൻഡിൽ ചെയ്യാൻ പറ്റും. അത് ഒരു ഡബിൾ ലെയറായിട്ടോ ട്രിപ്പിൾ ലെയറായിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നെക്കിൻ്റെ ആ ഒരു സൈഡിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. നമുക്ക് കുർത്തിയുടെ നെക്ക് സൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബോട്ടത്തിൻ്റെ എൻഡ് പോർഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പ്ലെയിൻ സാരിയുടെ എൻഡ് പോർഷനിലായിട്ട് നമുക്ക് ചെയ്യാം. ഷോളിലെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അതും വെറും കൈസൂചി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഡിസൈൻ.